ഏത് പാവം പെൺകുട്ടിയുടെ ജീവിതമാണോ ഇങ്ങനെ നശിച്ചത്? ഇങ്ങനെ ഒരു മോൺസ്റ്ററുടെ ഭാര്യയായത്. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പൊട്ടനല്ല. അർമാന് പെൺകുട്ടികളോട് അതിയായ വെറുപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ വെറുപ്പ് കാരണം അർമാൻ സിംഘാനിയയ്ക്ക് പെൺകുട്ടികളെയല്ല ആൺകുട്ടികളെയാണ് ഇഷ്ടമെന്നൊരു അഭ്യൂഹം വരെ പരന്നിരുന്നു. വായ ഉണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഞാൻ ആരാന്നറിയാലോ. എനിക്ക് ദേഷ്യം വന്നാ എന്ത് ചെയ്യുമെന്നും അറിയാലോ. നിന്റെ ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു? പുഷ്പ. പുഷ്പയുടെ പേര് കേട്ടതോടെ ആ സ്ത്രീകളുടെ ആത്മാവ് വരെ വിറച്ചു. അവരെ ഞാൻ എന്താ ചെയ്തതെന്ന് മറന്നുപോയെന്ന് തോന്നുന്നു. ഇനി എന്താ നോക്കി നിൽക്കുന്നത്? എന്റെ റൂമിലേക്കും വരണോ? പോ. അർമാന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും സ്ത്രീകൾ പേടിച്ച് സ്വന്തം വീടുകളിലേക്ക് ഓടിക്കയറി. ഒരു മോൺസ്റ്ററിനെ വിവാഹം കഴിക്കണം. അവന്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകണം. ആസ്ത, നിനക്ക് വേറെ വഴിയില്ല. ഈ വിവാഹം നീ കഴിച്ചേ പറ്റൂ. എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ ആകാനുള്ള എന്റെ സ്വപ്നം അങ്ങനെ തന്നെ അവസാനിക്കും. ഇവരെത്ര പവർഫുൾ ആളുകളാണെന്ന് നിനക്കറിയില്ലേ? എന്തും സംഭവിക്കാം. നിന്റെ അമ്മാവന്റെ ജീവൻ പോലും അപകടത്തിലാകും. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന അത്ര സ്വാർത്ഥയാകരുത് നീ. പുഷ്പം പോലെ നിഷ്കളങ്കയും സുന്ദരിയുമായ ആസ്തയെ ഒരു വധുവിനെ പോലെ ഒരുക്കിയിരുന്നു. ആരും കണ്ടാൽ കണ്ണു മാറ്റാനാകാത്തത്ര ഭംഗിയായിരുന്നു അവൾക്ക്. മറുവശത്ത് നിന്നത് ഹാൻസം മോൺസ്റ്റർ. പക്ഷെ എങ്ങനെയായിരിക്കും ഈ കല്യാണം നടന്നത്? കഥയുടെ ബാക്കി കേൾക്കാം. ചുണ്ടുകൂട്ടി മനസ്സിൽ അവൾ പറഞ്ഞു, എന്തൊരു നാണമില്ലാത്ത മനുഷ്യൻ. പിന്നെ പതിയെ അവനെ നോക്കി ചോദിച്ചു, പക്ഷേ നിങ്ങളെ കണ്ടിട്ട് സാരി ഉടുക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് സാരി ഉടുക്കാൻ എങ്ങനെ അറിയാം? ശരിക്കും ആർമാൻ ആസ്ഥയെ സാരി ഉടുക്കാൻ സഹായിക്കുമോ? ആർമാന്റെ നിർബന്ധത്തിന് മുന്നിൽ ആസ്ഥ വഴങ്ങുമോ? അതോ ആദ്യമായി അവൾ അവനോട് എതിർത്ത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? അർമാൻ ദേഷ്യവും അസഹിഷ്ണുതയും നിറഞ്ഞ നോട്ടത്തോടെ ആസ്ഥയെ നോക്കി. എങ്ങനെയെങ്കിലും അവളെ വേഗം ഡാഡജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അവൾ പറഞ്ഞതെല്ലാം അവഗണിച്ചുകൊണ്ട് അർമാൻ വാർഡ്രോബിൽ നിന്ന് വില കൂടിയൊരു ഡിസൈനർ സാരി എടുത്ത് അസ്വസ്ഥതയോടെ പറഞ്ഞു, നിന്റെ ഓരോ അനാവശ്യ ചോദ്യത്തിനും മറുപടി പറയാൻ എനിക്ക് സമയമില്ല. വേഗം ആ ഡ്രസ് അഴിക്ക്, ഞാൻ സഹായിക്കാം. യഥാർത്ഥത്തിൽ അർമാന്റെ പ്ലാൻ കണ്ണടച്ചിട്ട് ആസ്ഥയ്ക്ക് സാരി എങ്ങനെ ഉടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമായിരുന്നു. പക്ഷെ അതൊന്നും അവൻ അവളോട് പറഞ്ഞില്ല. തന്റെ പതിവ് ഗൗരവവും കടുപ്പവുമുള്ള സ്വഭാവം നിലനിർത്താനായി ഡ്രസ് അഴിക്കാൻ മാത്രം അവൻ നേരെ പറഞ്ഞതാണ്. അത് കേട്ട ഉടനെ ആസ്ഥ മനസ്സിൽ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ അവൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൻഹാജി, ദയവായി എന്നെ രക്ഷിക്കണേ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരൂ. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ മനുഷ്യന് ഒട്ടും നാണമില്ലേ? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ആസ്ത എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ ആലോചിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നിയത്. അർമാനെ നോക്കിക്കൊണ്ട് അവൾ അറിയാതെ പറഞ്ഞു, ഹാർട്ട്ലെസ്. പക്ഷെ അതിനുശേഷം പറയാനിരുന്ന വാക്കുകൾ തൊണ്ടയിൽ തന്നെ കുടുങ്ങി. മനസ്സിൽ മാത്രം അർമാനെ ഹാർട്ട്ലെസ് എന്ന് വിളിച്ചിരുന്ന അവളുടെ വായിൽ നിന്ന് ആ വാക്ക് അറിയാതെ പുറത്തു വന്നു പോയിരുന്നു. അവൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ അർമാൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നീ പറഞ്ഞത്? ഞെട്ടിപ്പോയ ആസ്ത പെട്ടെന്ന് തന്റെ വാക്ക് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അതല്ല അർമാൻജി, ബാൽക്കണിയുടെ ഭാഗത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. ഒരു പുരികമുയർത്തി അർമാൻ ചോദിച്ചു, ശബ്ദമോ? എന്ത് ശബ്ദം? ആസ്ത പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഞാൻ എന്ത് ശബ്ദമാണെന്നറിയില്ല, പക്ഷെ അവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടെന്ന് ഉറപ്പാണ്. സംശയത്തോടെ അർമാൻ തിരിഞ്ഞു ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ അങ്ങോട്ട് പോയതു മാത്രം ആസ്തയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. മനസ്സിൽ അവൾ പറഞ്ഞു, ഓടാസ്ത, ഓട്. ഈ പിശാച് വീണ്ടും പിടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടണം, അല്ലെങ്കിൽ വീണ്ടും ഡ്രസ് അഴിക്കാൻ പറഞ്ഞു തുടങ്ങും. അങ്ങനെ ചിന്തിച്ചവൾ പെട്ടെന്ന് വാതിൽ തുറന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. പടികൾ ഇറങ്ങി താഴേക്കെത്തിയ അവൾ നേരെ ഡാഡാജിയുടെ അടുത്ത് വന്ന് നിന്നു. അപ്പോഴേക്കും അവൾ കിതച്ചു പോയിരുന്നു. അതേസമയം ആസ്ഥ ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ട അർമാൻ 2 കൈകളും മുറുക്കി പിടിച്ച് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സാധാരണ പെൺകുട്ടി എന്നെ കള്ളം പറഞ്ഞ് ചതിക്കാനോ? ഇതിനുള്ള വില അവൾ കൊടുക്കേണ്ടി വരും. സ്വയം നിയന്ത്രിക്കാൻ ഒരു ദീർഘനിശ്വാസം വിട്ട ശേഷം അവൻ വേഗത്തിൽ ഹാളിലേക്ക് നടന്നു. ആസ്ഥ ഇങ്ങനെ പേടിച്ച അവസ്ഥയിൽ താഴേക്ക് വന്നത് കണ്ട ഡാഡാജിയും 4 സുഹൃത്തുക്കളും ഒരുപോലെ ഞെട്ടിപ്പോയി. പക്ഷേ ആസ്ഥ സുരക്ഷിതമായി തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട നിമിഷം ഡാഡാജി
ആശ്വാസത്തോടൊരു നെടുവീർപ്പ് വിട്ടു. അതുവരെ ആർമാൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആസ്തയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന ഭയം അദ്ദേഹത്തിന് ശരിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സമാധാനമായത്. ആശങ്കയോടെ ധ്രുവ് ചോദിച്ചു, എന്താണ് സംഭവിച്ചത് ഭാവി? എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പിന്നെ ആരോ തെരുവു നായ്ക്കളെ അഴിച്ചുവിട്ടതുപോലെ എന്തിനാണ് ഇങ്ങനെ ഓടി വന്നത്? അപ്പോഴേക്കും അഹാൻ ഒരു ഗ്ലാസ് വെള്ളവുമായി വന്ന് അത് ആസ്തയ്ക്ക് കൈമാറി. അവൻ ചോദിച്ചു, എന്താ പറ്റിയത് ഭാബി? എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? എന്താണ് നിങ്ങളെ ഇത്രയും ഭയപ്പെടുത്തിയത്? ആസ്ത ആർക്കെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ പിന്നിൽ നിന്ന് അർമാൻ അകത്തേക്ക് നടന്നു വന്നു. 2 കൈകളും പോക്കറ്റിലിട്ട് ഒന്നും മിണ്ടാതെ നടന്നു വന്ന അവൻ ദാദാജിയുടെ അടുത്ത് നിന്നു. ആസ്തയുടെ കണ്ണുകൾ അർമാന്റെ മേൽ പതിഞ്ഞ നിമിഷം തന്നെ അവൾ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾ ഒരു കവിൾ വെള്ളം കുടിച്ചിരുന്നത്. പക്ഷെ അർമാൻ അവിടെ നിൽക്കുന്നത് കണ്ടതും പേടികൊണ്ട് വെള്ളം തൊണ്ടയിൽ കുടുങ്ങി അവൾ ശക്തമായി ചുമയ്ക്കാൻ തുടങ്ങി. പതിയെ ഭാബി, പതിയെ. അതും പറഞ്ഞുകൊണ്ട് ആകാശും സുമിത്തും ഉടൻ തന്നെ ആസ്തയുടെ അടുത്തേക്ക് വന്നു നിന്നു. അർമാന്റെ കള്ളത്തരങ്ങൾ പൊളിയുമോ? അവൻ അവളുടെ മേൽ വെള്ളം ഒഴിച്ചത് അവൾ അവരോട് പറയുമോ? അവൾ നുണ പറഞ്ഞു ഓടിയതിന് അർമാൻ അവളെ ശകാരിക്കുമോ?